അങ്ങനെ എമ്പുരാൻ പടം കണ്ടിടേ. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ല സിനിമ. ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കമേഴ്ഷ്യൽ പടമായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ലൂസിഫറിൻ്റെ 7 അയലൊക്കത്ത് എത്തില്ല. സ്റ്റോറി ലൈൻ വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. ആക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും കുറേ വീഴ്ചകളുണ്ട് സിനിമയ്ക്കകത്ത്, കുറേ ടെക്നിക്കൽ ഇഷ്യൂസും. എനിക്ക് ഇപ്രാവശ്യം ദീപക് ദേവിൻ്റെ മ്യൂസിക് അങ്ങോട്ട് ഒട്ടും വർക്കൗട്ടായില്ല കേട്ടോ. ഒരു സുഖമില്ലായിരുന്നു. ചില ഗൂസ്ബം സീൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു ഗൂസ്ബം നമുക്ക് കിട്ടണ്ടേ, എവിടുന്ന് ഒന്നുമില്ല. മഞ്ജു വാര്യർ മാത്രം അടിപൊളിയായിട്ട് ചെയ്തു. നല്ല രീതിയിൽ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ അതേപോലെ നമ്മുടെ ബൈജു ഏട്ടനെ അറിയാമല്ലോ, കൗണ്ടറൊക്കെ അടിക്കാൻ സൂപ്പറാണ്, ആളും നന്നായിട്ട് ചെയ്തു. പക്ഷേ ഓവറോൾ പടം ഒരു ആവറേജ് മൂവി ഇടും. ആവറേജ് എന്ന് വെച്ചാൽ ഒരു ആവറേജ് മൂവി. ബിക്കോസ് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ലൂസിഫറിൻ്റെ അത്രയും ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായതുകൊണ്ടും പിന്നെ ഈ ഒരു പടം ഇത്രയും ബഡ്ജറ്റിലും പിന്നെ ഒത്തിരി എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സ് ഫീലാവുന്നത്. രാവിലെ 3:30 പോയതാണ്. എന്ത് ചെയ്യാനാന്ന് നോക്കണേ. ലൂസിഫറിൽ വിവേക് ഒബ്റോയുടെ ആ ഒരു വില്ലൻ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരുന്നു റോള്. പക്ഷെ ഇതിനകത്ത് നല്ലൊരു വില്ലൻ ഇല്ല. മോഹൻലാലിൻ്റെ റോള് പോലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഡയലോഗ്സേ ഉള്ളൂ, പക്ഷേ ഒന്നും നമുക്ക് ആ ഒരു ഗൂസ് ബംസ് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്ത് സായദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ റോളിനെ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. സുരാജ് ഉണ്ടായിരുന്നു, സുരാജിൻ്റെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, മണിക്കൂട്ടനുണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. മെയിനായിട്ട് കുറേ ഫോറിൻ ആക്ടേഴ്സ് ഇതിനകത്തുണ്ട്. ഈ ഫോറിൻ ആക്ടേഴ്സിന് ആർക്കും അഭിനയിക്കാൻ അറിഞ്ഞൂടാ. മെയിനായിട്ട് അവർക്ക് ഈ ഡയലോഗ്സ് കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ ആപ്റ്റായിട്ടുള്ള ഡയലോഗ്സ് അല്ല, ആ ഒരു പെർഫോമൻസിൽ അവരുടെ വീഴ്ചകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെന്തുവാണ് സിനിമ എനിക്ക് അങ്ങോട്ട് ഒട്ടും വർക്കൗട്ടായില്ല. ഇത്രത്തോളം വലിയൊരു ബഡ്ജറ്റിൽ എടുത്തിട്ട് എനിക്കിപ്പോഴാണ് മനസ്സിലായത് പൃഥ്വിരാജ് എന്തുകൊണ്ടാണ് ഇതിനകത്ത് നിന്ന് മാറിയെന്ന്. ബിക്കോസ് പൃഥ്വിരാജിന് അതിനൊരു കോൺഫിഡൻസ് ഇല്ല ഈ സിനിമയ്ക്കകത്ത്. പിന്നെ എങ്ങനെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്? ഒരു 1 ടൈം വാച്ച് മൂവി, അതിനപ്പുറം ഒന്നുമില്ല. കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ലൂപ്പ് ഹോൾസ്, കുറേ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കുറേ ക്യാരക്ടേഴ്സിനെ ഇതിനകത്ത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് ജസ്റ്റ് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുമാണ്. NPTVക്കാരെ എന്ത് റോളിലാണ് എടുത്തേക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അവരിപ്പോൾ ആരുടെ പക്ഷത്താണെന്നും മനസ്സിലാവുന്നില്ല. ടൊവിനോ ആസ് ജിതിൻ വാസ് എ ഫെയിലിയർ മാൻ, റിയലി ഐ ആം ടെല്ലിങ് യു. രാവിലെ തുറക്കം കളഞ്ഞു പോയ നമ്മൾ പൊട്ടന്മാർ, സത്യം പറയാമല്ലോ. നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്തിട്ടല്ലേ പോകുന്നത്, നമുക്ക് പിന്നെ അത് കിട്ടാതാകുമ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്യും? 2 ക്യാമിയോ ഉണ്ട്, അതായത് എല്ലാവരും തപ്പുന്ന ഡ്രാഗൻകാരനെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അത് ഇന്നലെ മെനങ്ങാൻ തന്നെ എല്ലാവരും പറഞ്ഞതാണ് അതൊരു ചൈനീസുകാരനാണ്. പിന്നെ ലാസ്റ്റിലൊരു ക്യാമിയോ ഉണ്ട്, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ സീൻസും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ലൂസിഫർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ സിനിമയ്ക്കകത്ത് എമ്പുരാനിൽ നമുക്ക് എല്ലാ സീൻസും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് തൊട്ട് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത എല്ലാം അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. തേർഡിനകത്ത് കഥ ഇതായിരിക്കും, ചൈനീസുകാർ തമ്മിലുള്ള ആ ഒരു ക്ലാൻ തമ്മിലുള്ള ക്ലാഷും പിന്നെ ലാലേട്ടൻ്റെ, അതായത് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അബ്രഹാം ഖുറേഷി എങ്ങനെയാണ് അബ്രഹാം ഖുറേഷി ആയെന്നുള്ള കഥയാണ്. അതിനകത്ത് ആ ഒരു ലാസ്റ്റ് ക്യാമിയോയിൽ കാണിക്കുന്ന ആ ഒരു കണക്ടിവിറ്റിയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ പടത്തിനെ ഞാൻ 5-ൽ 3 റേറ്റ് ചെയ്യുന്നു. ഒരു ആവറേജ് പടം. അപ്പോൾ അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.